ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നവീന്റെ ഐശ്വര്യത്തിനാണ്, കളരിക്കൽ ഐശ്വര്യത്തിനാണ്, എന്നെ നന്നാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ വഴിക്ക് നിന്നെ കണ്ടുപോകരുത്. ഗാഥ, ഞാനാണ് നവീന്റെ ഭാര്യ, ഗാഥ ശ്രീനിവാസ്. ഞാനാണ് കളരിക്കലിലെ മരുമകൾ. നവീൻ, എന്തോ മേലേന്ന് വീണതാന്ന് തോന്നുന്നു. അല്ലടോ. അയ്യോ, നവീൻ അങ്ങോട്ട് പോണ്ട. വ്രതമെടുത്ത് താൻ ആകെ ക്ഷീണിച്ചു പോയി. നെറ്റിയിൽ ഉമ്മവയ്ക്കുന്നത് വ്രതത്തിന് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ ഉമ്മവയ്ക്കുന്നത്? പക്ഷേ വാത്സല്യത്തോടെ അല്ലല്ലോ ചെയ്തത്. തണുപ്പിലധികം നിൽക്കണ്ട, വാ അകത്തേക്ക് പോ. ഭഗവാനെ, ഈ ഒരു വ്രതം കൂടി നവീന് വേണ്ടി ഞാൻ എടുത്തത് നവീൻ എന്നും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ. ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇനി കണ്ടില്ല എന്ന് വരും. പക്ഷേ അങ്ങയുടെ അനുഗ്രഹം നവീന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് തൊട്ട് തരുന്നില്ലേ? എന്താണെന്നറിയില്ല, എന്റെ മനസ്സിന് ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്ന പോലെ. എന്റെ പെണ്ണിനെ എനിക്ക് തിരിച്ചിട്ടിയ പോലെ. എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ എന്റെ കൂടെ വേണം കേട്ടോ. വാ. മോളെ, എങ്ങനെയാ നിന്നോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
ഒരു പക്ഷേ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇത് നിഷേധിക്കുമായിരുന്നു. നീ അത് ചെയ്തില്ല. മുത്തശ്ശി, നവീനൊരു ദോഷം വരുന്നത്, ഈ കുടുംബത്തിനൊരു ദോഷം വരുന്നത് എനിക്ക് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. മുത്തശ്ശിക്കറിയാം എന്റെ കുട്ടിയെ. ദൈവം അനുഗ്രഹിക്കും മോളെ. എന്നാ ഇനി ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. തങ്കത്തിനോട് എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഉം. ഒരു കാര്യം മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് മോളെ. എന്നായാലും ഈശ്വരൻ നിന്നെയും എന്റെ നവീനെയും ചേർത്ത് വെക്കും. ദൈവങ്ങളാ നിന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടാവും. മുത്തശ്ശി, നവീന് വേണ്ടി മാത്രല്ല, ഗാഥയുടെ കൂടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ വ്രതം എടുത്തത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞാലും അവൾ എന്നെ സഹോദരിയായിട്ട് കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സിൽ അവൾ എന്റെ കൂടപ്പിറപ്പ് തന്നെയായിരിക്കും. ഞാൻ പൊക്കോട്ടെ. ശരി മോളെ. എല്ലാവരും ക്ഷീണിച്ച് നല്ല ഉറക്കത്തിലാ. ഇപ്പൊ ആരും കാണാതെ മോൾ അറിയിക്കൂ. പോയിട്ട് വാ മോളെ. എന്നാ പിന്നെ ശരി മുത്തശ്ശി. പൊയ്ക്കോ മോളെ. ഗാഥ, എന്തീ കാണിക്കുന്നേ? നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ചറിയാനും കണ്ടാലോ? കാണാൻ പാടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഒരു രാത്രി മുഴുവൻ കളരിക്കലെ ചടങ്ങുകളിൽ നീ പങ്കെടുത്തതും കൊതുകടി കൊണ്ട് ഞാൻ അവിടെ പോയി ഒളിച്ചിരിക്കേണ്ടി വന്നതും. ഗാഥ, ഞാൻ ആ ചടങ്ങ് ചെയ്തത് ഗാഥയ്ക്കും കൂടെ വേണ്ടിയിട്ടാ. ഓ, മറ്റുള്ളവരുടെ അടുത്ത് നീ കാണിക്കുന്ന അഭ്യാസം ഗാഥ ശ്രീനിവാസിന്റെ അടുത്ത് കാണിക്കാൻ നിൽക്കണ്ട. നീ ആരാടി എനിക്ക് ജീവിതം ഭിക്ഷയായിട്ട് തരാൻ? ഓ, എന്തൊക്കെയായിരുന്നു ഇന്നലെ നിന്റെ പെർഫോമൻസ്? ഉറങ്ങാൻ പോയ നീ എന്തിനാടി രാത്രി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത്? അത് പിന്നെ ഗാഥ എവിടെയെന്നറിയാൻ വേണ്ടി. കള്ളം! നിനക്കറിയായിരുന്നു നവീൻ പുറകെ ഇറങ്ങി വരുമെന്ന്. നിനക്ക് നവീന്റെ അടുത്ത് നിക്കണമായിരുന്നു, അവനെ തൊടനായിരുന്നു. എന്നിട്ടും ഓ, ഇന്നലെ ഞാൻ കണ്ട കാഴ്ചകളെ പൊള്ളുന്ന ഓർമ്മകളായിട്ട് എന്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി നവീന്റെ ഐശ്വര്യത്തിനാണ്, കളരിക്കൽ ഐശ്വര്യത്തിനാണ്, എന്നെ നന്നാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ വഴിക്ക് നിന്നെ കണ്ടുപോകരുത്. ഗാഥ, ഞാനാണ് നവീന്റെ ഭാര്യ, ഗാഥ ശ്രീനിവാസ്. ഞാനാണ് കളരിക്കലിലെ മരുമകൾ.